ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ചലഞ്ചിനെ പറ്റി. ഗ്ലോയിങ് ചലഞ്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 7 ഡേയ്സിലെയാണ്. അപ്പോൾ അതിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഇത് വന്നിട്ട് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള അരി ഞാൻ അരച്ചെടുത്തിട്ടുള്ളതാണ്. അതിന് പകരം നമുക്ക് ചോറ് യൂസ് ചെയ്യാം. ചോറ് അരച്ചെടുത്താലും മതിയായിരിക്കും. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ സ്കിന്നിൽ. ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് തൈരാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മോരാക്കി എടുക്കാം. ആ ഒരു കട്ടി മാറ്റിയിട്ട് ലൂസാക്കിയിട്ട് എടുക്കാവുന്നതാണ്. പിന്നത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. ഇത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. കഴിവതും നമ്മുടെ വീട്ടിലുള്ളത് എടുക്കാൻ ട്രൈ ചെയ്യുക. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ എത്രമാത്രം സേഫ് ആണെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ടതായതുകൊണ്ടാണ് നമ്മൾ വീട്ടിലുള്ളത് തന്നെ എടുത്തത്. ഇനി ഞാൻ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും തൈര് ഞാനിതിലേക്ക് ഒഴിക്കുകയാണ്. തൈര് ഒഴിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഇതിലേക്ക് ഇടുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ മിക്സ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. താഴേന്ന് മുകളിലോട്ട് വേണം എപ്പോഴും നമുക്ക് ഫേസിൽ എന്ത് പാക്ക് ഇട്ടാലും അപ്ലൈ ചെയ്യാം. കാരണം നമ്മുടെ സ്കിന്ന് താഴോട്ട് സാഗായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമെങ്കിലും ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ തൈരൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരു ബ്ലീച്ചിങ് ഏജൻ്റാണ് നമ്മുടെ തൈര്. നല്ല സ്കിൻ നല്ല സ്മൂത്ത് ആക്കി ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ചെയ്യാനും ടാനൊക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് ഫേസിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്ത് മാറ്റാനായിട്ട്. കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ കഴുത്തിലും ഫേസിലും എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ 7 ഡേയ്സ് സ്കിൻ ഗ്ലോയിങ് ചലഞ്ചിൽ എല്ലാവരും പങ്കുകൊള്ളണം. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ എല്ലാവർക്കും കിട്ടുന്നത്. കാരണം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഈ ടാനൊക്കെ അടിച്ച സമയത്തൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു റെസിപ്പീസൊക്കെയാണ് ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നമുക്ക് 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്കിന്നൊക്കെ കുറച്ച് ഒരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 7 ഡേയ്സിൽ ഈ ചലഞ്ച് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് സ്കിന്നിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ ചലഞ്ചിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന 4:30-ക്കാണ്. പിന്നെ 1-2 ദിവസങ്ങളിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.